ഇന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നും UDF നേതൃത്വത്തിലുള്ള മലയോര സമരയാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ ഇതിലെ ഒന്നാമത്തെ ആവശ്യം നിർദ്ദിഷ്ട വനനിയമം പിൻവലിക്കുക എന്നതായിരുന്നു. യാത്ര പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ വനനിയമം പിൻവലിക്കുന്നതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സർക്കാർ വലിയ ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനോട് പെരുമാറുന്നത്. കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കിടയിൽ 60,000-ഓളം വന്യജീവി ആക്രമണങ്ങളാണ് ഉണ്ടായത്. 1000-ലധികം പേർ കൊല ചെയ്യപ്പെട്ടു. 8,000-ലധികം പേർ ഗുരുതരമായ പരിക്കുകൾ പറ്റി. 5,000-ലധികം കന്നുകാലികളെ കൊന്നു. 10,000-കണക്കിന് ഹെക്ടർ സ്ഥലത്തെ കൃഷി മുഴുവൻ നാശമായി. ഭീതിയിലാണ് ജനങ്ങൾ, മലയോരത്തെ ജനങ്ങൾ. തിരുവനന്തപുരം വരെ, കണ്ണൂർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പശ്ചിമഘട്ട മലനിരകളോട് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഭീതിയിലാണ്. ഒരു പ്രദേശത്ത് 4-5 കടുവകൾ ഒരുമിച്ചിറങ്ങാണ്. കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. പശുവിനെ കടന്ന ജീവിക്കുന്നത്, കൃഷി മുഴുവൻ നശിച്ചു. പുല്ല് പറിക്കാൻ പോകാൻ പറ്റുന്നില്ല. ഉപജീവന മാർഗമായ പശുവിനെയും ആടിനെയും കൊന്നു തിന്നാണ്. ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ തന്നെ 48 വയസ്സുകാരിയെ കടുവ കടിച്ചു വന്നപ്പോൾ തലയുടെ ഭാഗം ഉണ്ടായിരുന്നില്ല, തലയുണ്ടായിരുന്നില്ല. ക്രൂരമായ കൊലപാതകങ്ങളാണ്. ആന ചവിട്ടിക്കൊല്ലയാണ്. ഇത് പരമ്പരാഗതമായി ഇതിനെ പ്രതിരോധിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. സൗരോർജ്ജ വേലി, അതുപോലെ കിടങ്ങുകൾ, ഇങ്ങനെ ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ. അതൊന്നും കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ചെയ്യുന്നില്ല. ഞാൻ നിയമസഭയിൽ പറഞ്ഞു, ഇതിനുവേണ്ടി 4,000-ഓളം പേർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. തുച്ഛമായ തുകയാണ് പലർക്കും നഷ്ടപരിഹാരം. ഗുരുതരമായി പരിക്ക് പറ്റിയവർക്ക് പോലും ചികിത്സ കൊടുക്കാനുള്ള സൗകര്യങ്ങളില്ല. കൃഷി നശിച്ചവർക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഒരു പട്ടിണിയിലേക്ക് പോവുകയാണ്. ഭീതിയും പട്ടിണിയുമാണ് ഈ പ്രദേശത്ത്. അതിന് പരിഹാരം ഉണ്ടാക്കണം. 3, കാർഷിക മേഖല തകർന്നു. വിലയിടിവാണ്. വളത്തിന് വില കൂടി, അതുപോലെ കീടനാശിനികൾക്ക് വില കൂടി, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞു. ഒരു സപ്പോർട്ടും ഇല്ല. 2 ഗവൺമെൻറ് ഭാഗത്തുനിന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ്റും വൈൽഡ് ലൈഫ് ആക്റ്റിൽ ഭേദഗതി വരുത്തണം. അതുപോലെ ബഫർ സോൺ പ്രശ്നം. കേരളത്തിൽ 29%-ലധികം വനമുണ്ട്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ആ വനം സംരക്ഷിക്കണം, ഞങ്ങൾക്കൊരു തർക്കമില്ല. പക്ഷെ വീണ്ടും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ റിസർവ് ഫോറസ്റ്റായി നോട്ടിഫൈ ചെയ്യാണ്. ജനങ്ങളെ വീണ്ടും പ്രയാസപ്പെടുത്തുകയാണ്. അതിൽ നിന്ന് പിന്മാറണം. ഇടുക്കിയിൽ വന്നാൽ CHR മേഖലയിൽ പ്രശ്നം, ലാൻഡ് അസൈൻമെൻറ്റിൻ്റെ പ്രശ്നം, ഇങ്ങനെ ഗുരുതരമായ വിഷയം നേരിടുക. ആ മലയോരത്തെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൂടുതൽ ഇൻട്രാക്ട് ചെയ്ത് ഞങ്ങൾ ഈ ജാഥ അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു പ്രപ്പോസൽ തയ്യാറാണ്. ഗവൺമെൻറ്റുകൾ അതിന് പരിഹാരം ഉണ്ടാക്കണം. ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് പോരുന്നത്, ഇനി ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും എന്ന്. അപ്പോൾ സാധാരണ രാഷ്ട്രീയ ജാഥകൾ നടത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രദേശത്തെ, ഒരു മേഖലയിൽ ജീവിക്കുന്ന, കുറ്റിയറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വംശത്തെ ചേർത്ത് നിർത്തുന്ന, ഒരു ജനപദത്തെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് മലയോര സമര യാത്ര. ഇതിനെല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കും. വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു, ചെക്കൊപ്പിട്ട് കൊടുക്കുന്നു, ഫെൻസിംഗ് സ്ഥാപിക്കുന്നു എന്ന് പറയുന്നു, പിന്നീട് RRT ഇതിങ്ങനെ തുടർച്ചയായ ഒരു ഫെൻസിംഗും ഇല്ല. ഞാൻ മിനിങ്ങാന്ന് അസംബ്ലിയിൽ ഫെൻസിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഫെൻസിങ്ങിനൊക്കെ വേണ്ടി ചെലവാക്കിയേക്കണ തുക 0 ഗവൺമെന്റ് തന്ന മറുപടി, സൗരോർജ വേലിയില്ല, ഫെൻസിംഗ് ഇല്ല, ആന വരാതിരിക്കാനുള്ള കിടങ്ങില്ല, റെയിൽ ഗാർഡില്ല, ഒന്നുമില്ല. കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് 1 രൂപ പോലും ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല. പിന്നെ പുതിയ ആധുനികമായ സങ്കേതങ്ങളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അത് പ്രാവർത്തികമാക്കി. ലോകരാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഈ വന്യമൃഗങ്ങൾ ജനാതിർത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരിച്ചോടിക്കാനുള്ള പുതിയ സങ്കേതങ്ങളുണ്ട്. പഴയതും ചെയ്യുന്നില്ല, പുതിയതും ചെയ്യുന്നില്ല. ഇവിടെ അതാണ് സ്ഥിതി. വനംവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് 1972 നിയമത്തിൽ ഭേദഗതി വരുത്താതെ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ പറ്റത്തില്ല. പ്രതിപക്ഷ നേതാവിന് ഇത് അറിയത്തില്ലേ എന്നുള്ളതാണ്. അല്ലല്ല, അത് മാത്രമല്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ പ്രധാനമല്ല. ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാം? പണ്ടും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങും. അതിനെ തടയാനുള്ള ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇപ്പം ഞാൻ പോകുന്ന സ്ഥലത്ത് കണ്ണൂരിൽ എത്രയോ നീളത്തിലാണ് മതിലുണ്ടാക്കിയിരിക്കുന്നത്. മതിലുണ്ടാക്കും, കിടങ്ങുണ്ടാക്കും, വേലിയുണ്ടാക്കും, ഇതൊക്കെ ചെയ്യും.
ഏറ്റവും ടെൻഷനുള്ള പ്രദേശങ്ങളിൽ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കടുവയ്ക്ക് 20 ചതുരശ്ര കിലോമീറ്റർ വേണം. ടെറിട്ടോറിയൽ ആനിമലാണ് കടുവ. അപ്പോൾ 354 ചതുരശ്ര കിലോമീറ്ററുള്ള വയനാട്ടിൽ 151 കടുവയുണ്ട്. അവർക്ക് വേണ്ടത് 3000 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ ചെറുപ്പക്കാർ വന്ന് പ്രായമുള്ളവരെ അടിച്ചോടിക്കും. അവരെ ഇര പിടിക്കാൻ പറ്റാതാകുമ്പോൾ നാട്ടിലിറങ്ങി പശുവിനെയും പട്ടിയെയും ആടിനെയും മനുഷ്യനെയും കൊന്നു. കേന്ദ്ര ഗവൺമെന്റും ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുമായിട്ട് ആലോചിച്ച് കൂടുതലുള്ള കടുവകളെ ഇവിടെ നിന്ന് പിടിച്ച് മറ്റ് കടുവകൾ കുറവുള്ള ടൈഗർ റിസർവിലേക്ക് കൊണ്ടുപോകാം. ആലോചിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അല്ല, ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചാൽ ഇപ്പോൾ ഈ കടുവ മാത്രം പോരല്ലോ, കടുവയ്ക്ക് ഇരകളും വേണം. ഒരു കടുവയ്ക്ക് ഒരു 55 മാനെങ്കിലും വേണം ഒരു വർഷം. അപ്പോൾ ഈ 150 കടുവയ്ക്കുള്ള ഇര അവിടെ ഉണ്ടോ ഇല്ലെന്നൊക്കെ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പരിശോധിക്കണം. ഒരു ടെറിട്ടോറിയൽ ആനിമൽ 20 ചതുരശ്ര സ്ക്വയർ കിലോമീറ്ററിന്റെ അകത്തേക്ക് വേറെ ആണിനെ പ്രവേശിപ്പിക്കില്ല. മനസ്സിലെ? മാർക്ക് ചെയ്ത് വെച്ചേക്കുക. നന്നായി യുദ്ധം ചെയ്ത് ഒരാൾ പോകണം, ഒരാൾ പുറത്തു പോയാൽ അയാൾ നാട്ടിലേക്ക് ഇറങ്ങണം. ഇതൊക്കെ ഈ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും കേന്ദ്ര ഗവൺമെന്റും എല്ലാം വൈൽഡ് ലൈഫ് ആക്ടിൽ ഭേദഗതി വരുത്തണം. ഞങ്ങളല്ലേ അത് ആദ്യം പറഞ്ഞത്? ഞങ്ങളാ പറഞ്ഞത് ഭേദഗതി വരുത്തണം. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ഇവിടെയും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടതിന് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനം മന്ത്രിയുള്ള നാടാണ് കേരളം. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായോ? ഇതല്ല പ്രശ്നം. പ്രശ്നത്തെ ഗൗരവത്തോടുകൂടി ഗവൺമെന്റ് കാണുന്നില്ല. പിന്നെ ഈ ഭൂമി പ്രശ്നവും കാർഷിക പ്രശ്നവും അതൊക്കെ വെറുതെയാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, നിങ്ങൾ രാവിലെ പറയും ഏതെങ്കിലും, നിങ്ങളെന്ന് വെച്ചാൽ ഒരാളെ ഉദ്ദേശിച്ചല്ല, KPCC പ്രസിഡന്റ് മാറ്റും. അന്ന് മുഴുവൻ അതാ ചർച്ച. പിറ്റേ ദിവസം പറയും KPCC പ്രസിഡന്റ് മാറ്റുന്നില്ല, അതുകൊണ്ട് അത് ചർച്ചയാക്കും. മൂന്നാമത്തെ ദിവസം ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പറയും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്വരച്ചേർച്ചയില്ല. ഞങ്ങൾ ഇത് രണ്ടുപേരും കൂടി കണ്ടിരുന്ന് ചിരിക്കുകയാണ്. ഈ വാർത്ത കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു തരത്തിലും. ഒന്ന് പിണങ്ങിയിട്ട് പോലുമില്ല. അല്ല, അതൊന്നും ഞങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതൊക്കെ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. പട്ടിക വല്ലതും കൊടുത്തിട്ടുണ്ടോ? പട്ടിക കൊടുത്തു എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ നിങ്ങളുടെ വാർത്തകളാണ്. ഞാനൊരു കാര്യം, ഞാനും രമേശ് ചെന്നിത്തലയും കൂടി ഒരുമിച്ചൊരു പത്രസമ്മേളനം നടത്തി. ബ്രൂവറിയെക്കുറിച്ചും PP കിറ്റിനെ കുറിച്ചും 3 പ്രധാനപ്പെട്ട അഴിമതികൾ വന്നു. ബ്രൂവറി, PP കിറ്റ്, KFC. കൺവിൻസിംഗ് ആയിട്ടുള്ള തെളിവുകൾ ഞങ്ങൾ കൊണ്ടുവന്നു. എത്ര പേര് ചർച്ച ചെയ്തു. ഇതിന് വേറൊരു അജണ്ടയും കൂടിയുണ്ട്. നിങ്ങളറിയാതെ അതിൽ പെട്ടുപോകരുത് എന്നാണ് മാധ്യമങ്ങളോട്. സർക്കാരിന് തന്നെ അത് നിങ്ങൾ എന്തിനാ 4 ദിവസം സെലിബ്രേറ്റ് ചെയ്യണം? ഞാൻ കൊള്ളരുതാത്തവനാണെന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. CPM അല്ല. എനിക്കെതിരെ വിമർശനം ഉണ്ടാവും പാർട്ടിയിൽ. ഞാൻ ഇതിനു മുമ്പുള്ള നേതാക്കന്മാരെ പാർട്ടിക്കകത്ത് വിമർശിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ 4 ദിവസം സെലിബ്രേറ്റ് ചെയ്തപ്പോൾ പോയത് എന്താ? ബ്രൂവറിയും പോയി, PP കിറ്റും പോയി, KFCയും പോയി. ആരാ ജയിച്ചത്? അജണ്ട മാറ്റാൻ, നിങ്ങളുടെ അജണ്ട മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഫീഡിങ്സ് കംപ്ലീറ്റ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പരാതിയില്ല, പരിഭവമുണ്ട്. പരാതിയില്ല. അങ്ങനെ ഒരു പട്ടികയില്ലെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയാതെ പട്ടിക പോവോ? കേരളത്തിൽ നിന്ന് പോവോ എന്ന് വിചാരിക്കണ്ട. ഞാനറിയാതെ ഒരു പട്ടിക കേരളത്തിൽ നിന്ന് പോകുമെന്ന് വിചാരിക്കണ്ട. ഒരു പട്ടികയില്ലെന്ന് ഞാനല്ലേ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? ഇല്ലെന്ന്. അത് തന്നെ ഞാനും സുധാകരൻ അറിയാതെ ഇവിടുന്ന് പട്ടിക തയ്യാറാക്കി പോകും. ഞങ്ങളല്ലേ ലീഡർഷിപ്പിലുള്ള 2 പേര് കേരളത്തിൽ. ഒരാൾ CLP ലീഡറും ഒരാൾ PCC പ്രസിഡന്റും. ഞങ്ങൾ 2 പേരും ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളോട് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇവിടുന്ന് ഒരു പട്ടികയും പോയിട്ടില്ല. വെറുതെ അതിൻ്റെ ഒന്നും പുറകെ പോവല്ലേ, മറ്റേൻ്റെ പുറകെ പോകും. അല്ല, അതൊന്നും നടപ്പാക്കില്ല. കേരളത്തിൽ അത് നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഒറ്റ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് ബിസിനസ്സാണ്, ഇൻവെസ്റ്റ്മെൻ്റാണ്, അപേക്ഷ തന്നു കൊടുത്താണ്. ഇവർ മാത്രം എങ്ങനെ അപേക്ഷ തന്നു? പാലക്കാടുള്ള ഡിസ്റ്റിലറികൾ പോലും അറിഞ്ഞില്ല. കേരളത്തിലെ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല. മധ്യപ്രദേശിലും പഞ്ചാബിലും ഒരു കമ്പനി മാത്രം ഇതറിയുന്നു. ഇങ്ങനെ കേരളത്തിൽ ഇത് കൊടുക്കാൻ പോവാണ്. അതിന് ഉത്തരം പറയട്ടെ ആദ്യം. അല്ല, ഗോവിന്ദൻ മാഷ 200 ദശലക്ഷം ലിറ്ററാണ് മലമ്പുഴ അണക്കെട്ടിൻ്റെ കപ്പാസിറ്റി.
ആ പ്രദേശത്ത് ആവശ്യമായ കുടിവെള്ളം 400 ദശലക്ഷം യൂണിറ്റാണ്. അപ്പോൾ 200 മില്യൺ യൂണിറ്റിന്റെ കുറവ് അവിടെയാണ്. ഈ സാധനം വന്നാൽ ഒരു ദിവസം 80 ദശലക്ഷം യൂണിറ്റ് വേണം. ഗോവിന്ദന്മാർ പറഞ്ഞ മഴവെള്ള സംഭരണിയാണ്. ആളെ കളിയാക്കാൻ പറയുന്നത്.